ഹായ് മക്കളെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ അകത്ത് നിന്ന് 7 മാർക്കിനാണ് നമ്മുടെ വെയിറ്റേജ്. സോ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിനും 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിനും മസ്റ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് വരുമെന്ന് ഉറപ്പാണ്. അപ്പോൾ വരാൻ പോകുന്നത് നമുക്കറിയാം റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് അല്ലെങ്കിൽ ഇക്വലൻസ് റിലേഷൻ ആണെന്ന് തെളിയിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ കാണും. മിക്കവാറും ഇതിനകത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ഉൾപ്പെടെയുള്ള ഒരു ക്വസ്റ്റ്യൻ കാണും. സോ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കണം. പിന്നെ 1 1 on 2 തെളിയിക്കുക, അല്ലെങ്കിൽ എന്താണ് ബൈജക്റ്റീവ് ആകാൻ തെളിയിക്കുക. ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 1 on 2 ആണെങ്കിൽ അത് ബൈജക്റ്റീവ് ആണ്. ഇനി അതേപോലെ തന്നെ ഇൻവെർട്ടിബിൾ ആണോ എന്ന് ചോദിക്കും അവർ. ഇൻവെർട്ടിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈജക്റ്റീവ് ആണെങ്കിൽ ഇൻവെർട്ടിബിൾ ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർത്തോണം കേട്ടോ. കാരണം 1 1 on 2 on 2 ആണെങ്കിൽ അതെന്താണ്? അതിനെ പറയണ പേരാണ് ബൈജക്റ്റീവ്. ഇനി ബൈജക്റ്റീവ് ആണെങ്കിൽ എന്താണ്? അതാണ് ഇൻവെർട്ടിബിൾ. ഇനി ഇൻവെർട്ടിബിൾ ആണെങ്കിൽ എന്താണ്? അതിന് ഇൻവേഴ്സ് ഉണ്ടാകും. എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ്. ഈ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങളോട് ഇൻവെർട്ടിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 1 1 on 2 ആണെന്ന് തെളിയിച്ചാൽ മതി. 1 1 on 2 ആണെങ്കിൽ നിങ്ങൾ പറയണം അത് ബൈജക്റ്റീവ് ആണ്, അതുകൊണ്ട് അത് ഇൻവെർട്ടിബിൾ ആണ്. അപ്പോൾ അതിന് എഫ് ഇൻവേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയണം ഇൻവെർട്ടിബിൾ ആയതുകൊണ്ട് അതിന് എഫ് ഇൻവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് ചോദിക്കാനുള്ളതാണ് മക്കളെ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്. ഈ 3 സെഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് ചോദിക്കാൻ പോകുന്നത്. സോ അത് നന്നായിട്ട് ഓർത്ത് വയ്ക്കുക. പിന്നെ അതിൽ നിന്ന് കൂടുതൽ തവണയും വരാൻ കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. മക്കളെ ഇത് കണ്ടല്ലോ, വാട്ട് ഈസ് എ മിനിമം നമ്പർ ഓഫ് ഓർഡേർഡ് പേഴ്സ് ടു ഫോം എ റിഫ്ലെക്സ് റിലേഷൻ ഓൺ എ സെറ്റ് ഓഫ് 4 elements. 4 എലമെൻ്റ് ഉള്ള ഒരു സെറ്റിൽ നിന്ന് എത്ര പേഴ്സ് വേണം, മിനിമം എത്ര പേഴ്സ് വേണം റിഫ്ലെക്സ് റിലേഷൻ ആകാൻ, അല്ലേ? അപ്പോൾ 4 എലമെൻറ്റ്സ് ഉള്ള സെറ്റ് എന്ന് പറയുമ്പോൾ മക്കളെ ഇപ്പോൾ എക്സാമ്പിൾ 1 2 3 4 ഇതിനകത്ത് റിഫ്ലെക്സ് റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ 1ൻ്റെ ട്വിൻ പെയർ 1 1 കാണണം, 2 2 കാണണം, 3 3 കാണണം, 4 4 കാണണം, അല്ലേ? എന്ന് പറയുമ്പോൾ 4 എലമെൻറ്റ്സ് എങ്കിലും മിനിമം ഉണ്ടെങ്കിൽ അത് റിഫ്ലെക്സീവ് ആകത്തുള്ളൂ. 5 എണ്ണാണെങ്കിൽ 5 എണ്ണം കാണണം, 6 എണ്ണാണെങ്കിൽ 6 എണ്ണം കാണണം, 7 എണ്ണാണെങ്കിൽ 7 എണ്ണം കാണണം. അപ്പോൾ ഓർത്ത് വെച്ചോളുക, 4 എലമെൻറ്റ്സ് ഉള്ളതിനകത്ത് നിന്ന് മിനിമം 4 എണ്ണമെങ്കിലും കാണണം. ആൻസർ 4 ആണ്. ഇതിപ്പോൾ നിങ്ങൾ ഈ 4 മാറ്റി 5 എന്ന് ചോദിച്ചാൽ 5 എന്ന് എഴുതണം. അതിന് വരെ n എന്ന് ചോദിച്ചാൽ n എന്ന് എഴുതണം. n+1 എന്ന് ചോദിച്ചാൽ n+1 എന്ന് എഴുതണം. കാരണം എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്രയും പേഴ്സ് ഓഫ് റിഫ്ലെക്സീവ് റിലേഷൻ കാണണം. അത്രയും പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ റിഫ്ലെക്സ് റിലേഷൻ ആകത്തുള്ളൂ. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് 1 1 on 2 തെളിയിക്കാനാണ്. മക്കളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതാണ്. അവർ ചോദിക്കാനുള്ള ചാൻസ് മക്കളെ ഇത് കണ്ടല്ലേ, എയും ബിയും എന്താണെന്ന് നോക്കിയേ. എ എന്ന് പറഞ്ഞാൽ 3 കളഞ്ഞിട്ടുള്ള റിയൽ നമ്പേഴ്സ്, ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കളഞ്ഞിട്ടുള്ള റിയൽ നമ്പേഴ്സ്. ഇനി എഫ് ഫ്രം എ ടു ബി ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നന്നായിട്ട്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് 1 1 ആണോ തെളിയിക്കാനാണ്, അല്ലേ? 1 1 ആണോ തെളിയിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം എഫ് ഓഫ് എക്സ് എടുത്തെഴുതുക. എന്താണ് എഫ് ഓഫ് എക്സ്? എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 3. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏതൊരു ഫംഗ്ഷൻ കിട്ടിയാലും എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് എഴുതുക. ഏതൊരു ഫംഗ്ഷൻ കിട്ടിയാലും നിങ്ങൾ ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് മസ്റ്റ് ആയിട്ട് എഴുതിക്കോണം. അതിനകത്തുനിന്ന് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടുവാണെങ്കിൽ മക്കളെ 1 1 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്താണ്? എഫ് ഓഫ് എക്സ് 1 ഇവിടെ എക്സിന് പകരം 1 ഇട്ട് കൊടുത്താൽ മതി, അല്ലേ? എക്സിന് പകരം 1 ഇട്ട് കൊടുക്കുക. ഇപ്പോൾ x1 ആവും, ഇവിടെ x1, ഇവിടെ x1. അപ്പോൾ നോക്കി x1 മൈനസ് 2 ബൈ x1 മൈനസ് 3. എഫ് ഓഫ് എക്സ് 2 എന്താണ്? ഇവിടെ 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ x2 മൈനസ് 2 ബൈ x2 മൈനസ് 3. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് വരും? x1 ഇൻറ്റു x1 മൈനസ് 2 ഇൻറ്റു x2 മൈനസ് 3 ഈക്വൽ ടു x1 മൈനസ് 3 ഇൻറ്റു x2 മൈനസ് 3. x2 മൈനസ് 2. ഇനി ഇത് ബ്രാക്കറ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. x1 ഇൻറ്റു x2, x1 x2, x1 ഇൻറ്റു 3 മൈനസ് ആണ്. സോ മൈനസ് 3x1 മൈനസ് 2 ഇൻറ്റു x2 മൈനസ് 2x2 മൈനസ് 2 ഇൻറ്റു മൈനസ് 3 പ്ലസ് 6. ഇവിടെ x1 ഇൻറ്റു x2 x1 x2, x1 ഇൻറ്റു മൈനസ് 2 മൈനസ് 2x1 മൈനസ് 3 ഇൻറ്റു x2 മൈനസ് 3x2 മൈനസ് 3 ഇൻറ്റു മൈനസ് 2 പ്ലസ് 6. സോ ഇതെന്ത് വരും? x1 x2 കട്ട് ചെയ്ത് കളയാം, 6 കട്ട് ചെയ്ത് കളയാം. മിച്ചം ഇവിടെ മൈനസ് 3x1 ഉണ്ട്. സോ മക്കളെ മൈനസ് 3x1 ഇവിടെ ഉണ്ട്. അതിൻ്റെ കൂടെ ഈ മൈനസ് 2x1 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ എന്താകും?
മൈനസ് 3x1 പ്ലസ് 2x1 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ മൈനസ് 3x2 ഉണ്ട്. സോ അതിനെ അങ്ങ് എഴുതുക. അതേപോലെ തന്നെ ഈ മൈനസ് 2x2 ഉണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 2x2. മൈനസ് 3x1 നിന്ന് 2x1 കുറച്ച് കഴിഞ്ഞാൽ മൈനസ് x1. അതുപോലെ മൈനസ് 3x2 നിന്ന് മൈനസ് 3x2 നിന്ന് പ്ലസ് 2x2 കുറച്ച് കഴിഞ്ഞാൽ മൈനസ് x2. രണ്ട് സൈഡിലും മൈനസ് വെട്ടിക്കളഞ്ഞപ്പോൾ എന്ത് കിട്ടി? x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി. കണ്ടല്ലോ മക്കളെ, എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 നിന്ന് നമുക്ക് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടുവാണെങ്കിൽ മക്കളെ ആ ഫംഗ്ഷൻ 1 1 ആണ്. അപ്പോൾ എഫ് ഈസ് 1 1. കണ്ടല്ലോ, എഫ് 1 1 ആണെന്ന് നമുക്ക് കിട്ടി. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോണം. ഇനി അത് ഓൺ ടു ആണ് തെളിയിക്കാനായിട്ട് മക്കളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഈ സെറ്റ് എയിൽ നിന്ന് സെറ്റ് ബിയിലേക്കാണ് നമ്മുടെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ രണ്ടാമത്തെ സെറ്റിൽ നിന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓൺ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ വെച്ച് പറയുവാണെങ്കിൽ ഇത്രേ ഉള്ളൂ മക്കളെ. ഓൺ ടു എന്ന് പറയുവാണെങ്കിൽ അപ്പോൾ എ ബി കൺസെപ്റ്റ് മനസ്സിലായിക്കോണേ മക്കളെ. ഇതിൻ്റെ അകത്ത് എ ബി സി ഡി, ഇതിൻ്റെ അകത്ത് 1 2 3 4 5. എക്ക് 2 ആയിട്ട് റിലേഷൻ, ബിക്ക് 1 ആയിട്ട് റിലേഷൻ, സിക്ക് ഡി ആയിട്ട് റിലേഷൻ, സിക്ക് 3 ആയിട്ട് റിലേഷൻ, ഡിക്ക് 4 ആയിട്ട് റിലേഷൻ. ഇത് 1 1 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാവർക്കും ഓരോ റിലേഷൻസേ ഉള്ളൂ. 1 1. അതാണ് 1 1ൻ്റെ മീനിങ്. ഓരോരുത്തർക്കും ഓരോരുത്തരുമായിട്ട് മാത്രമേ റിലേഷൻ ഉള്ളൂ. സോ ദാറ്റ് ഈസ് 1 1. ഓക്കെ, അതാണ് 1 1 റിലേഷൻ. ഇത് ഓൺ ടു ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ രണ്ടാമത്തെ സെറ്റിലുള്ള എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ടോ എന്ന് നോക്കണം. പ്രീ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇവന് ആരുമായിട്ട് റിലേഷൻ ഇല്ല. എയുടെ ഇമേജ് ആണ് 2. തിരിച്ചു പറയുകയാണെങ്കിൽ 2ൻ്റെ പ്രീ ഇമേജ് ആണ് എ. പ്രീ ഇമേജ് തിരിച്ചു പറയുമ്പോൾ കേട്ടോ, പ്രീ ഇമേജ്. ബിയുടെ ഇമേജ് ആണ് 1, പക്ഷെ 1ൻ്റെ തിരിച്ചു പറയുമ്പോൾ പ്രീ ഇമേജ് ആണ് ബി. അപ്പോൾ ഞാനിവിടെ പറയാവുന്ന കാര്യം 5ന് പ്രീ ഇമേജ് ഉണ്ടോ? 5ന് ആരെങ്കിലുമായിട്ട് റിലേഷൻ ഉണ്ടോ? അവൻ സിംഗിൾ ആയിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നവനാണ്, റിലേഷനിൽ ഏർപ്പെടാത്തവനാണ്. അപ്പോൾ നിങ്ങൾ പറയേണ്ട കാര്യത്തിലേ ഉള്ളൂ, 5 ഹാസ് നോ പ്രീ ഇമേജ് ഇൻ എ. എയിൽ ഒരു പ്രീ ഇമേജ് നമ്മുടെ 5ന് ഇല്ല, അതുകൊണ്ട് അത് ഓൺ ടു അല്ല. ദെയർഫോർ എഫ് ഈസ് നോട്ട് ഓൺ ടു. അതുകൊണ്ട് ഫംഗ്ഷൻ ഓൺ ടു അല്ല. ഇതാണ് മനസ്സിലാക്കാനുള്ള മീനിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ സെറ്റിൽ നിന്ന്, ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. രണ്ടാമത്തെ സെറ്റിൽ നിന്ന്, ഈ രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുമ്പോൾ എയിൽ നിന്ന് ബിയിലേക്കല്ലേ, ബിയിൽ നിന്ന് ഞാനൊരു വൈനെ കൺസിഡർ ചെയ്യുന്നു. ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യേണ്ടതാണ്. കൺസിഡർ വൈ എലമെന്റ് ഓഫ് കോഡൊമൈൻ ബി എന്ന് എഴുതാം. കോഡൊമൈൻ എന്ന് പറയുമ്പോൾ രണ്ടാം സെറ്റിനെയാണ് കോഡൊമൈൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. കോഡൊമൈൻ ബിയിൽ നിന്ന് ഒരു വൈനെ കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് ഇതാണ് നമ്മുടെ വൈ അല്ലേ, എക്സ് മൈനസ് 2/(x-3). അപ്പോൾ y ഈസ് ഈക്വൽ ടു x-2/(x-3). ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അതിനകത്ത് നിന്ന് എക്സ് ഈസ് ഈക്വൽ ടു എന്ന് എഴുതി വെക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി. അപ്പോൾ ഇത് y ഇൻറ്റു x-3 ഈക്വൽ ടു x-2. അകത്തേക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ yx മൈനസ് 3y ഈക്വൽ ടു x-2. ഈ എക്സിൻ്റെ ടൈം രണ്ടെണ്ണം ഉണ്ടല്ലോ, yx ഉണ്ട്, ഇവിടെ x ഉണ്ട്. സോ എക്സ് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ yx മൈനസ് എക്സ്, അതേപോലെ 3y അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് മാറി പ്ലസ് 3y ആകും അല്ലേ. അവിടെ ഓൾറെഡി ഒരു -2 ഉണ്ട്. എക്സ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും ഇവിടെ മക്കളെ? എക്സ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ y -1 വരും, ഈക്വൽ ടു 3y -2. സോ ഈ ടൈം അപ്പുറത്തേക്ക് കൊണ്ടുപോവുക, എന്ത് വരും? എക്സ് ഈക്വൽ ടു 3y -2 ബൈ y -1. സോ ഇതാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഇതിൽ നിന്ന് എങ്ങനെ പറയാം? എക്സ് ഈക്വൽ എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ പറയേണ്ടത്, ഈ വൈക്കകത്ത് എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമുണ്ടോ? ഇതിനകത്ത് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആയി പോകും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു എക്സിനെ നമുക്ക് ഇപ്പുറത്ത് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇവിടെ ഒരിക്കലും ഇത് ഓൺ ടു ആകത്തില്ല. കാരണം 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിനോമിനേറ്റർ 0 ആയി പോകും, നോ ഡിഫൈൻഡ് ആകും. അപ്പം അങ്ങനെ ഒരു നമ്പറേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ദേ ഇവിടെ നോക്കിക്കടാ, മനസ്സിലാക്കേണ്ട കാര്യം ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു പേര് നമുക്ക് ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. എക്കകത്ത് അങ്ങനെ ഒരാളെ ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ നോക്കിയാൽ ബി എന്ന് പറയുന്ന ആൾ ആരാണ്? r-1 എന്ന് പറഞ്ഞാൽ 1 കളഞ്ഞിട്ടുള്ള റിയൽ നമ്പേഴ്സാണ് ബി എന്ന് പറയുന്നത്. ബിക്കകത്ത് നിന്നല്ലേ നമ്മൾ വൈനെ എടുത്തത്, കോഡൊമൈൻ ബിയിൽ നിന്ന്. അതിനകത്ത് 1 ഉണ്ടോ? ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ഈസ് ഈക്വൽ ടു
ആർ മൈനസ് സെറ്റ് 1 എന്നല്ലേ? ഒന്നിൻ്റെ അകത്ത് ഇല്ല ബിക്കകത്ത്, പിന്നെ എങ്ങനെ ഒന്നിട്ട് കൊടുക്കും? അതുകൊണ്ട് ഇത് എലമെന്റ് ഓഫ് എ ആണ്. ഇങ്ങനെ ഒരു പെയറിനെ നമുക്ക് എക്കകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം വൈക്കകത്ത് ഒന്നിട്ട് കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല, കാരണം ഒന്നിൻ്റെ അകത്തില്ല. വൈ എന്ന് പറയുന്നത് ഞാൻ രണ്ടാമത്തെ സെറ്റിൽ നിന്നാണ് എടുത്തത്. രണ്ടാമത്തെ സെറ്റിനകത്ത് ഒന്നില്ലെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങളുടെ ക്വസ്റ്റിനകത്ത് നിങ്ങളുടെ ക്വസ്റ്റിനകത്ത് ഇങ്ങനെ വേണേൽ അവർക്ക് തരാം, ബി സിക്കൽ ടു ആർ എന്ന് പറഞ്ഞു തരാം. അപ്പോൾ റിയൽ നമ്പർ ആണെങ്കിൽ 1 അതിനകത്തുണ്ട്, സോ ഒന്നിട്ട് കൊടുത്താൽ ഡിനോമിനേറ്റർ 0 ആയി പോകും. അതുകൊണ്ട് അത് ഓൺ ടു ആകത്തില്ല. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന അനുസരിച്ച് ആർ മൈനസ് സെറ്റ് 1 ആണ്, 1 കളഞ്ഞിട്ടുള്ള റിയൽ നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് ഇവിടെ ഇത് ഓൺ ടു ആകും. ദെയർഫോർ എഫ് ഈസ് ഓൺ ടു. എല്ലാത്തിനും പ്രീ ഇമേജ് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതെന്താണ്? എഫ് ഈസ് ബൈജക്റ്റീവ്. ഇത് ബൈജക്റ്റീവ് ആണ്. ചോദിച്ചിട്ടില്ല, നമുക്ക് 1 1 ഓൺ ടു തെളിയിക്കാൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ പറയുവാണ് 1 1 ഓൺ ടു ആണെങ്കിൽ ബൈജക്റ്റീവ് ആണ്. ദെയർഫോർ എഫ് ഈസ് ഇൻവെർട്ടിബിൾ ആണ്. അതുകൊണ്ട് ഇതിൻ്റെ എഫ് ഇൻവേഴ്സ് എക്സ്, ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ മക്കളെ നമ്മൾ ഈ എക്സ് സിക്കൽ കണ്ടുപിടിച്ചില്ലേ, അതാണ് നമ്മുടെ ഇൻവേഴ്സ്. ആ വൈക്ക് പകരം എക്സിൻ്റെ ടേംസിലാക്കിയാൽ മതി, നമ്മുടെ ഇൻവേഴ്സ് ആവും. എന്താടാ ഇവിടെ എക്സ് സിക്കൽ കണ്ടുപിടിച്ചില്ലേ, ആ വൈ മാറ്റി എക്സ് ആക്കുക. കാരണം എഫ് ഓഫ് എക്സ്, എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 3x മൈനസ് വൈ ബൈ എക്സ് മൈനസ് 1. ഇതാണ് നമ്മുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ചോദിക്കുവാണെങ്കിൽ എഴുതേണ്ട കാര്യം. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് എഴുതുക. ബാക്കി പഴയ പോലെ കണ്ടുപിടിക്കുക കേട്ടോ. ഇവിടെ റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കാണ് നമ്മുടെ റിലേഷൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വിട്ട് കളയരുത്. ഞാൻ പറയുന്ന ആ മെത്തേഡ് തന്നെ, ഈ മെത്തേഡ് തന്നെ. എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് എഴുതുക. അതിൽ നിന്ന് x1 ഈക്വൽ ടു x2 കണ്ടുപിടിക്കുക. അതേപോലെ y എന്ന് പറയുന്ന രണ്ടാമത്തെ സെറ്റിൽ നിന്ന് ഒരു നമ്പറിനെ എടുക്കുക. അങ്ങനെ ഒരു പെയറിനെ നമുക്ക് ഇപ്പുറത്തെ സെറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക, പ്രീ ഇമേജ് ഉണ്ടോ നോക്കുക. ഇതാണ് നമ്മുടെ പരിപാടി. നെക്സ്റ്റ്, ലെറ്റ് ആർ ബി എ റിലേഷൻ ദ സെറ്റ് 1 2 3 ഡിഫൈൻഡ് ബൈ ആർ ഈക്വൽ ടു 1 1 1 3 3 3 ദെൻ ദി ഓർഡേർഡ് പെയർ ടു ബി ആഡഡ് ടു ആർ ടു മേക്ക് ഇറ്റ് എ റിഫ്ലെക്സ് റിലേഷൻ. ഏത് പെയർ ആഡ് ചെയ്താലാണ് റിഫ്ലെക്സ് റിലേഷൻ ആകുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവരുടെ എല്ലാവരുടെയും പെയറിൻ്റെ അകത്ത് കാണണം, ഇരട്ടകളുടെ പെയർ കാണണം. 1ൻ്റെ ഇരട്ടകളുണ്ടോ? 1 1 ഉണ്ട്. ഓക്കെ. 2ൻ്റെ ഉണ്ടോ? 2ൻ്റെ ഇല്ല. 3യുടെ ഉണ്ടോ? 3യുടെ ഉണ്ട്. എല്ലാത്തിൻ്റെയും ട്വിൻ പെയർ എന്ന് പറഞ്ഞാൽ 1 1 2 2 3 3 അങ്ങനെ എല്ലാത്തിൻ്റെയും കാണണം. 2ൻ്റെ ഇല്ല. അപ്പോൾ എന്ത് ആഡ് ചെയ്താലാണ് റിഫ്ലെക്സീവ് ആകുന്നത്? സോ ആൻസർ 2 2 ആഡ് ചെയ്താൽ അത് റിഫ്ലെക്സീവ് ആകും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ഇതേപോലെ തന്നെ ചെയ്യാനാണ് മക്കളെ, ഇത് റിഫ്ലെക്സീവ് സിമെട്രി ട്രാൻസിറ്റീവ് ചെയ്യാനാണ്. അപ്പോൾ 1 1 ഓൺ 2ൻ്റെ ഒരു ക്വസ്റ്റിനും അല്ലെങ്കിൽ റിഫ്ലെക്സീവ് സിമെട്രി ട്രാൻസിറ്റീവ് അല്ലെങ്കിൽ ഇക്വലൻസ് റിലേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ കാണും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എ എന്ന് പറയുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ 1 തൊട്ട് 14 വരെയാണ്. ഒരു റിലേഷൻ തരുന്നത് ഇതാണ് നമ്മുടെ റിലേഷൻ. ആർ ഇസ് ഈക്വൽ ടു സെറ്റ് എക്സ് വൈ സച്ച് ദാറ്റ് 3x മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് 3x മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് തന്നിട്ടില്ലേ, അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ വൈ ഇസ് ഈക്വൽ ടു ഒന്ന് മാറ്റി എഴുതുക. അപ്പോൾ എന്തെഴുതാം? 3x ഈക്വൽ ടു വൈ. കണ്ടല്ലോ, നമ്മുടെ വൈ എങ്ങനെയാണ്? വൈ എന്ന് പറയുമ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. വൈ ഇസ് ഈക്വൽ ടു 3x. എന്നിട്ട് നമ്മുടെ റിലേഷൻ എടുത്തെഴുതുക. റോസ്റ്റർ ഫോമിൽ എഴുതാം. ആദ്യം ഇതിൻ്റെ അകത്ത് 1 എടുക്കാം, 2 എടുക്കാം, 3 എടുക്കാം. എക്സുകളെല്ലാം ഇതിൻ്റെ അകത്ത് പെറുക്കിയെടുത്ത് 1 2 3 അങ്ങനെ എക്സുകൾ പെറുക്കിയെടുക്കുക. വൈ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സ് വൈ എന്നാണ് നമ്മുടെ പെയർ. എക്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് എലമെൻറ്റ്സ് എല്ലാം ഇങ്ങനെ എടുത്താൽ മതി. വൈ കിട്ടണമെങ്കിൽ അവർ റിലേഷൻ പറഞ്ഞിട്ടുണ്ട്, 3x മൈനസ് വൈ ഇസ് ഈക്വൽ ടു 0. പെയറുകൾ എങ്ങനെയാണ് വരുന്നത്? 3ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ 3 ഇൻറ്റു എക്സ്. അപ്പോൾ ഇവിടെ എക്സ് 1 ആണല്ലേ. അപ്പോൾ 3 ഇൻറ്റു 1 അപ്പോൾ എന്ത് വരും? 3. 3 ഇൻറ്റു 2 ഇവിടെ ഇൻറ്റു 3. കണ്ട എല്ലാം 3. ഇവിടെ എക്സിന് ഈ 2 എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുക. 3 ഇൻറ്റു 2 എത്ര വരും? 6. 3 ഇൻറ്റു 3 9. 4 ഇൻറ്റു 3 12. 4 എടുത്തു കഴിഞ്ഞാൽ 12 കിട്ടും. 5 എടുത്തു കഴിഞ്ഞാൽ 15 കിട്ടും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം മക്കളെ, റിലേഷൻ ആർ ഡിഫൈൻഡ് ഇൻ എ ആണ്. എ എന്ന് പറയുമ്പോൾ എയിൽ 14 വരെയുള്ളൂ. അപ്പോൾ 5 എടുത്താൽ 15 കിട്ടും. 15ൻ്റെ അകത്തുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് 5 എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ റോസ്റ്റർ ഫോം. ഇത് റിഫ്ലെക്സീവ് ആണോ? റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരട്ടകളുടെ പേര് കാണണം. 1 തൊട്ട് 14 വരെ ഉണ്ടെങ്കിൽ 14 വരെയുള്ള ഇരട്ടകളുടെ പേര് കാണണം. ഇവിടെ 1 1 ഉണ്ടോടാ മക്കളെ? 1 1 പോലും ഇല്ല. ഒരാൾ പോലും ഇല്ലെങ്കിൽ അത് പോയി. നമുക്ക് പറയാം 1 1 ഇതിൻ്റെ അകത്തില്ല. Therefore R is not reflexive. അതുകൊണ്ട് ഇത് റിഫ്ലെക്സീവ് അല്ല. മനസ്സിലായല്ലോ. അടുത്ത് സിമെട്രിക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 3 ഉണ്ടെങ്കിൽ തിരിച്ച് കാണണം, 3 1 കാണണം. 1 3 ഉണ്ട് കണ്ടു, മനസ്സിലായി. 1 3 എലമെന്റ് ഓഫ് ആർ. ബട്ട് ആരില്ല?
തിരിച്ചുള്ള ആളില്ല. 3 1 നോട്ട് എലമെന്റ് ഓഫ് ആർ. ദെയർഫോർ ആർ ഈസ് നോട്ട് സിമ്മട്രിക്. അതുകൊണ്ട് ഇത് സിമ്മട്രിക് അല്ല. ഇനി ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 3 ഉണ്ട്. 3 വെച്ച് തുടങ്ങുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? യെസ്, വേറൊരാളും ഉണ്ട്. എന്ത്? രണ്ടാമത്തെ ആളെ വെച്ച് തുടങ്ങുന്ന വേറൊരു പെയർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദൈവന്മാർ തമ്മിൽ റിലേഷൻ കാണണം. എന്താണ് മക്കളെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ട്രാൻസിറ്റീവിന്റെ റിലേഷൻ എന്തുവാണ്? പ്രോപ്പർട്ടി ഇങ്ങനെയാണ്. എ ബിയും ബി എയും രണ്ടാമത്തെ ആളെ വെച്ച് തുടങ്ങുന്ന ഒരു പെയർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഇങ്ങനെയുള്ള എ ബിയും ബി എ അല്ലല്ലോ, എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എയും സിയും തമ്മിലുള്ള റിലേഷൻ ആദ്യത്തെ ആളും രണ്ടാമത്തെ ആളും തമ്മിലുള്ള മറ്റൊരു പെയർ അതിൻ്റെ അകത്ത് കാണണം. എ സി കാണണം. നമുക്ക് നോക്കാം അങ്ങനെ ഉണ്ടോ എന്ന്. ഇവിടെ 1 3 ഉണ്ടെന്ന് മനസ്സിലായി. ആൻഡ് 3 വെച്ച് തുടങ്ങുന്ന മറ്റൊരാളുണ്ട്. ആരാണ്? 3 9 ഉണ്ട്. 3 9. അപ്പൊ ആര് കാണണം? നിർബന്ധമായിട്ടും ഇതിൽ ആദ്യത്തെയും ഇതിൻ്റെ അകത്ത് രണ്ടാമത്തെയും 1 9 കാണണം. 1 9 ഉണ്ടോ എന്ന് നോക്കിയടാ. 1 9 ഉണ്ടോ? ഇല്ല. 1 9 നോട്ട് എലമെന്റ് ഓഫ് ആർ. ദെയർഫോർ ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. കണ്ടല്ലോ, ട്രാൻസിറ്റീവ് അല്ല. അപ്പൊ ഇത് ട്രാൻസിറ്റീവ് ആണെന്ന്, ഇക്വലൻസ് റിലേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം സിമ്മട്രിക് അല്ല, അല്ലെ റിഫ്ലെക്സീവ് അല്ലെങ്കിൽ തന്നെ അവിടെ പോയി, അത് ഇക്വലൻസ് ആകത്തില്ല. അപ്പൊ ഇക്വലൻസ് ആണെന്ന് പറഞ്ഞാൽ റിഫ്ലെക്സീവ് ആകണം, സിമ്മട്രിക് ആകണം, ട്രാൻസിറ്റീവ് ആകണം. ഓക്കെ, സിമ്പിൾ ആണ്, വിട്ടുകളയില്ല. മക്കളെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻ ഈസ് 1 1? ഇതിൽ 1 1 ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചത്. ഇതിൻ്റെ അകത്ത് എക്സ് സ്ക്വയർ ഗ്രാഫ് വരച്ച് സിമ്പിളായിട്ട് മനസ്സിലാക്കാനേ ഉള്ളൂ. എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് എങ്ങനെ ഇരിക്കും? എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് നമുക്ക് അറിയാവുന്ന പോലെ യു പോലെ ഇരിക്കും അല്ലേ. 1 1 ആണെന്ന് നോക്കണമെങ്കിൽ ദേ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. 2 പോയിന്റ് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 1 1 അല്ല. സോ ഇത് 1 1 ആണോ? അല്ല. എക്സ് സ്ക്വയർ 1 1 ആകത്തില്ല ഒരിക്കലും. മോഡെക്സിന്റെ ഗ്രാഫ് നമുക്കറിയാം അല്ലേ. മോഡെക്സിന്റെ ഗ്രാഫ് വി പോലെ ഇരിക്കും. ഇതെല്ലാം നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ സിമ്പിളാ. വി പോലെ ഇരിക്കും. ഇനി ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 2 സ്ഥലത്ത് മീറ്റ് ചെയ്യും. ഇവിടെയും കട്ട് ചെയ്യും. അതുകൊണ്ട് ഇതും 1 1 അല്ല. ഇനി സൈൻ എക്സിന്റെ ഗ്രാഫ് എങ്ങനെ ഇരിക്കും? സൈൻ എക്സിന്റെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോകുന്ന ഗ്രാഫാണ് അല്ലേ. അവിടെ ഞാനൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനെയും 2 സ്ഥലത്ത് കട്ട് ചെയ്യും അല്ലേ മക്കളെ. സോ അതും 1 1 അല്ല. പിന്നെ ഒരെണ്ണേ ഉള്ളൂ, എക്സ് ക്യൂബ്. അതായിരിക്കും. എങ്കിലും അതെങ്ങനെ കണ്ടുപിടിക്കാം? അത് നിങ്ങൾ വരച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഗ്രാഫ് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. എക്സ് ക്യൂബിന്റെ ഗ്രാഫ് ഇത് ഇങ്ങനെ വന്നിട്ട് ഇത് ഇങ്ങനെ പോകും. ഹൊറിസോണ്ടൽ ലൈൻ വരച്ചേ. ഉറപ്പായിട്ടും ഒരു സ്ഥലത്തേ മുട്ടത്തുള്ളൂ, ഒരു സ്ഥലത്തേ അത് മീറ്റ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഇതായിരിക്കും 1 1. ഓക്കെയാണല്ലോ മക്കളെ. 1 1 കണ്ടുപിടിക്കാനുള്ള വളരെ എളുപ്പമുള്ള മാർഗം. നെക്സ്റ്റ്, കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ. കോമ്പോസിഷന്റെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ആണ്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മക്കളെ, ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ എഴുതേണ്ട കാര്യം ആ കോമ്പോസിഷൻ, ഈ ഒരു സംഭവത്തിനാണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാറ്റണമെങ്കിൽ അതിന് ഡെഫിനിഷൻ അനുസരിച്ച് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് ഇവനെ എഴുതുക. ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതേണ്ട കാര്യം അതാണ്. ജിയുടെ അകത്തേക്ക് ഇവനെ എഴുതുക. അതാണ് കോമ്പോസിഷന്റെ ഡെഫിനിഷൻ. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇതൊക്കെ അറിയാം. ജിയുടെ അകത്ത് എഫ് ഓഫ് എക്സ് അല്ലേ. എഫ് ഓഫ് എക്സ് എന്താടാ? എഫ് ഓഫ് എക്സ് എന്താണ്? 4x - 1. അവനെ നേരെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേ, 4x - 1. ഇനി ജിക്കകത്ത് ഒരാൾ വന്നാൽ എന്താടാ ചെയ്യുന്നത്? ജിക്കകത്ത് എക്സിനെ വന്നാൽ അവൻ എന്ത് ചെയ്യും? അതിൻ്റെ സ്ക്വയർ എടുക്കും. ജിക്കകത്ത് 2 വന്നാൽ അവൻ്റെ സ്ക്വയർ എടുക്കും. ജിക്കകത്ത് 10 വന്നാൽ അവൻ്റെ സ്ക്വയർ എടുക്കും. അതല്ലേ ജി ചെയ്യുന്നത്. അപ്പോൾ ജിക്കകത്ത് ഇവൻ വന്നാൽ ഇവൻ്റെ സ്ക്വയർ എടുക്കും. ജി എന്താണോ ജിയുടെ പ്രോപ്പർട്ടി ഇവിടെ ചെയ്യുന്നത്, അതാണ് കോമ്പോസിഷൻ. കണ്ടല്ലോ, 4x - 1 ഹോൾ സ്ക്വയർ മതി ഉള്ള പരിപാടി. ബി പാർട്ട് എന്താ വെച്ചത്? ഇനി എഫ് കോമ്പോസിഷൻ ജി ചോദിച്ചിട്ടില്ല, എങ്കിലും എഫ് കോമ്പോസിഷൻ ജി ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ എഴുതും? എഫ് കോമ്പോസിഷൻ ജി ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കോമ്പോസിഷനെ മാറ്റിയിട്ട് ജിയെ അകത്തേക്ക് എഴുതുക. അപ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്താടാ? ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ. ഇനി എഫിൻ്റെ അകത്ത് ഒരാളെ വന്നാൽ എഫ് എന്താ ചെയ്യുന്നത്? എഫിൻ്റെ അകത്തൊരു എക്സിനെ വന്നാൽ അത് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 കുറയ്ക്കും. എഫിനകത്ത് 2 വന്നാൽ 4 × 2 ചെയ്തിട്ട് 1 കുറയ്ക്കും. എഫിനകത്ത് 10 വന്നാൽ 4ഉം 10ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 കുറയ്ക്കും. എഫിനകത്ത് ഇവൻ വന്നാൽ 4ഉം
ഇതൊന്നും കൂടെ മൾട്ടിപ്ലൈ ആയിട്ട് 1 കുറയ്ക്കും. കണ്ടല്ലോ, ഈ എക്സ് സ്ക്വയറിനെ എടുത്ത് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കും. ഇതാണ് കോമ്പോസിഷൻ. അതിൻ്റെ ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത് എന്താടാ? ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 ആണെങ്കിൽ എന്ത് കിട്ടുമെന്നല്ലേ? ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ത് കിട്ടി? 4x - 1. അപ്പോൾ ഇതാണെങ്കിൽ 2 ആണെങ്കിൽ ഈ എക്സിന് പകരം 2 ഇട്ട് കൊടുക്കുക. ഈ എക്സിന് പകരം 2 ഇട്ട് കൊടുക്കുക. ഇവിടുത്തെ എക്സിന് പകരം ഇവിടെ കൊണ്ട് 2 ഇട്ട് കൊടുക്കുക. എന്ത് വരും? 4 × 2 -1 ഹോൾ സ്ക്വയർ 8 - 1 സ്ക്വയർ. 8ൽ നിന്ന് 1 കുറച്ചാൽ 7ൻ്റെ സ്ക്വയർ 49 കിട്ടും ആൻസർ. ഓക്കെ. നെക്സ്റ്റ് എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻറ്റിജർ എന്നുള്ളത് ഇക്വലൻസ് റിലേഷൻ തെളിയിക്കുക. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കൾ. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ജനറൽ ആയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെക്കുക, ഇത്ര എഴുതിയാൽ മതി. എക്സിൻ്റെ അകത്ത് ഉണ്ടെങ്കിലല്ലേ പ്രൂവ് ദാറ്റ് ആണ്, ഷോ ചെയ്യാനാണ്. അപ്പോൾ ഇക്വലൻസ് റിലേഷൻ ആണെങ്കിൽ റിഫ്ലെക്സീവ് ആകണം, സിമെട്രിക് ആകണം, ട്രാൻസിറ്റീവ് ആകണം. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ, ഇതാണ് ആണെന്ന് പറയാനാണെങ്കിൽ മക്കളെ എക്സിൻ്റെ അകത്ത് കാണണം അല്ലേ? ഓർത്ത് വയ്ക്കുക, എക്സിൻ്റെ അകത്ത് കാണണം. എക്സ് എലമെൻ്റ് ഓഫ് ആർ എന്ന് കാണണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഡെഫിനിഷനിലെ ഒരു ഡെഫിനിഷൻ തരുവാണെങ്കിൽ അവിടെ ഈ വൈക്ക് പകരം എക്സ് ഇട്ട് കൊടുക്കുക. പറയണം എക്സ് മൈനസ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ, therefore x എലമെന്റ് ഓഫ് ആർ, therefore r ഈസ് റിഫ്ലെക്സീവ്. കണ്ടോ, നല്ല രസമില്ലേ? അങ്ങനെ എഴുതി വയ്ക്കുക. ഇനി സിമെട്രിക് ആണെങ്കിൽ എക്സ് വൈ ഉണ്ടെങ്കിൽ തിരിച്ച് വൈ എക്സ് കാണണം. എന്താടാ? എക്സ് വൈ എലമെന്റ് ഓഫ് ആർ കാണണം, അതേപോലെ വൈ എക്സ് എലമെന്റ് ഓഫ് ആർ ആവണം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ഡെഫിനിഷൻ? എക്സ് മൈനസ് വൈ ഇൻറ്റിജർ ആണെങ്കിൽ എക്സ് വൈ ഉണ്ട്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻറ്റിജർ, അതുകൊണ്ട് എക്സ് വൈ ഉണ്ടെന്ന് മനസ്സിലായി. അതേപോലെ വൈ മൈനസ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ ആണെങ്കിൽ തിരിച്ച് വൈ എക്സും കാണും, therefore r ഈസ് സിമെട്രിക്. ഇത്രയുള്ള പരിപാടി. ഓക്കെ. ഇനി നെക്സ്റ്റ് ട്രാൻസിറ്റീവ് ആണെങ്കിൽ മക്കളെ എക്സ് വൈ കാണണം, വൈ എക്സ് വൈ സെഡ് വേറൊരു എലമെൻറ്റ് വൈ സെഡ് കാണണം. അങ്ങനെയാണെങ്കിൽ എക്സ് സെഡ് കാണണം. ഡെഫിനിഷൻ ചുമ്മാ എഴുതി വെച്ചാൽ പോരെ. എക്സ് വൈ ഉണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കണം? എക്സ് മൈനസ് വൈ ഇൻറ്റിജർ ആയിരിക്കണം. അപ്പോൾ എക്സ് വൈ ഉണ്ടെന്ന് തെളിയിക്കണമെങ്കിൽ എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻറ്റിജർ, അതുകൊണ്ട് എക്സ് വൈ ഉണ്ട്. അതേപോലെ വൈ സെഡ് ഉണ്ടെങ്കിൽ വൈ മൈനസ് സെഡ് ഈസ് ആൻ ഇൻറ്റിജർ, സോ അതുണ്ട്. ഇനി എക്സ് സെഡ് കാണണമെങ്കിൽ എക്സ് മൈനസ് സെഡ് ഈസ് ആൻ ഇൻറ്റിജർ, സോ അവനുണ്ട്, therefore r ഈസ് ട്രാൻസിറ്റീവ്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? യെസ്. കണ്ടല്ലോ, അത് വൺ വേർഡ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഇൻറ്റിജറിൻ്റെ കാര്യത്തിൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണം അതൊരു ഇക്വലൻസ് റിലേഷൻ ആണ്. ഓക്കെ. നെക്സ്റ്റ് കോമ്പോസിഷൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട് മക്കളെ, ഇതേപോലെ തന്നെ ട്രൈ ചെയ്യുക. ഇത് ഇൻവെർട്ടിബിൾ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അറിയാലോ, നമ്മൾ ഓൾറെഡി ചെയ്ത സംഭവമാണ്, എഴുതി നോക്കുക കേട്ടോ. നെക്സ്റ്റ് കോമ്പോസിഷൻ, ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ത് ചെയ്യാം? ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ത് ചെയ്യാം? ജിക്കകത്തേക്ക് എഫ് ഓഫ് എക്സ് ഇട്ട് കൊടുക്കുക. ഇവിടുത്തെ എഫ് ഓഫ് എക്സ് ആരാണ്? എക്സ് സ്ക്വയർ, സോ ഇവനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ജി എന്താ ചെയ്യുന്നത്? ജി ചെയ്യുന്നത് എക്സ് ആണെങ്കിൽ എക്സ് പ്ലസ് 1, 5 ആണെങ്കിൽ 5 + 1, എക്സ് സ്ക്വയർ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1. എന്ത് ചെയ്യും? എക്സ് സ്ക്വയർ പ്ലസ് 1. ആൻസർ 3. നെക്സ്റ്റ് എക്സ് ക്യൂബ്, ഇൻജക്റ്റീവും സർജക്റ്റീവ്. ഇൻജക്റ്റീവ് ആണ്, സർജക്റ്റീവ് അല്ല. ഈ ഇൻജക്റ്റീവ് എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ 1 1. അതിൻ്റെ മറ്റൊരു പേരാണ് സർജക്റ്റീവ് എന്ന് പറയുന്നതാണ് ഓൺ 2. അതിൻ്റെ മറ്റൊരു പേരാട്ടോ. അപ്പോൾ ഇത് ഇൻജക്റ്റീവ് ആണ്, പക്ഷേ സർജക്റ്റീവ് അല്ല എന്ന് തെളിയിക്കണം. എക്സ് ക്യൂബിൻ്റെ കാര്യമല്ലേ മക്കളെ? നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടല്ലോ. നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ. മക്കളെ നിങ്ങളിങ്ങനെ വരയ്ക്കുക, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നേരത്തെ ഞാൻ വരച്ച് കാണിച്ചില്ല, അതേപോലെ വരയ്ക്കുക. നാച്ചുറൽ നമ്പർ നാച്ചുറൽ നമ്പറിലേക്ക്. നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 1 2 3 4 5 അങ്ങനെ പോകുന്നു. ഇവിടെ 1 2 3 4 5 അങ്ങനെ പോകുന്നു. ഇവിടെ നോക്കി, ക്യൂബല്ലേ? അപ്പോൾ ഒന്നാണെങ്കിൽ 1ൻ്റെ ക്യൂബ് 1, ക്യൂബ് 1. അടുത്ത 2ൻ്റെ ക്യൂബ് ഇവിടെ 8 വരുവാണെങ്കിൽ 2ൻ്റെ ക്യൂബ് 8, 3ൻ്റെ ക്യൂബ് 27, 4ൻ്റെ ക്യൂബ് അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് പറയാം എവരി എലമെന്റ് ഓഫ്
ഫസ്റ്റ് സെറ്റ് ഹാവ് യുണീക്ക് ഇമേജസ്, യുണീക്ക് ഡിഫറെൻറ്റ് ഇമേജസ്, യുണീക്ക് ഇമേജസ് എന്ന് എഴുതിയാൽ മതി. യുണീക്ക് ഇമേജസ് therefore r is rല്ലോ f is 1 1. അതുകൊണ്ട് ഫംഗ്ഷൻ 1 1 ആണ് എന്ന് എഴുതി വെച്ചാൽ മതി. ഓൺ ടു ആണോ? അല്ല, കാരണം 2 എന്ന് പറയുന്നത് 3 എന്ന് പറയണമൊന്നും ആരുടെയും ക്യൂബായിട്ട് വരത്തില്ല അല്ലേ, ഇവനൊന്നും പ്രീ ഇമേജ് ഇങ്ങോട്ടില്ല. അടുത്ത 3 വന്നു കഴിഞ്ഞാൽ 27ലേക്ക് പോകത്തുള്ളൂ, ഒരിക്കലും ഇങ്ങോട്ടേക്ക് പോകത്തില്ല. അതുകൊണ്ട് നമുക്ക് പറയാം 2 doesn't have any pre-image in domain n, അല്ലെങ്കിൽ വേണ്ട in n. ഇപ്പോഴത്തെ നാച്ചുറൽ നമ്പറിൽ ഒരു പ്രീ ഇമേജ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല 2-ന്, അതുകൊണ്ട് അത് ഓൺ ടു അല്ല എന്ന് സിമ്പിൾ. therefore f is not on to, അതുകൊണ്ട് അതൊരു ഓൺ ടു ഫംഗ്ഷൻ അല്ല എന്ന് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ ഇതിൻ്റെ അകത്തുള്ളത്. ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി ഇതിൻ്റെ അകത്ത് വരാൻ പോകുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മക്കളെ, ഒരു റിലേഷൻ തരും, റിലേഷൻ എ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ, എയും ബിയും എലമെൻറ്റ് ഓഫ് ആർ. ഇത് റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല തെളിയിക്കാൻ വരും. ഇറ്റ് ഈസ് നോട്ട് പ്രൂവ് ദാറ്റ് ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് അല്ല എന്ന് തെളിയിക്കാൻ വരാനുള്ള ചാൻസ് ഉണ്ട് ക്വസ്റ്റ്യൻ. റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല എന്ന് തെളിയിക്കാൻ. അപ്പോൾ ഇത് ഈ സ്ക്വയറുമായിട്ട് ക്യൂബ് ഇട്ട് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അതിനുവേണ്ടി ഞാൻ ബെസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഏതെടുത്താലും ചിലപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നിങ്ങൾ പറയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഓർത്ത് വയ്ക്കുക 1/2 1/2 ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. 1/2 ഹാഫിനേക്കാളും വലുതല്ല ഹാഫിൻ്റെ സ്ക്വയർ ആണോ? ഹാഫിനേക്കാളും വലുതാണോടാ? അരയേക്കാളും വലുതാണോ ഹാഫിൻ്റെ സ്ക്വയർ? 4. അങ്ങനെ കിട്ടുമോ? ഇല്ല. അപ്പോൾ ഇങ്ങനൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അതുകൊണ്ട് പറയാം 1/2 1/2 ഇങ്ങനെ ഒരു ഇരട്ടകളുടെ പേര് ഇതിൻ്റെ അകത്ത് കാണത്തില്ല. വേറെ ഏതെടുത്താലും കാണും, ഫ്രാക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ കാണത്തില്ലെന്ന് നമുക്ക് എഴുതി വെക്കാം. ഓർത്ത് വെക്കുക മക്കളെ, ഇതൊന്ന് ഓർത്ത് വെക്കുക. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതി വെക്കാം 1/2 1/2 ഇത്ര എഴുതിയാൽ മതി, ഒന്നുമില്ല. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ, ഇത് ചുമ്മാ എഴുതി വെച്ചാൽ മതി. 1/2 1/2 ഇതിൻ്റെ അകത്തില്ല. therefore r is not റിഫ്ലെക്സീവ്. ഇനി അതേപോലെ 1 2 ഉണ്ട്, ഒന്നിനേക്കാൾ വലുതാണ് 2 സ്ക്വയർ, അതുകൊണ്ട് 1 2 ഉണ്ട്. ബട്ട് തിരിച്ചാണോ? 2നേക്കാൾ വലുതാണോ 1 സ്ക്വയർ? 2നേക്കാൾ വലുതാണോടാ 1 സ്ക്വയർ? അല്ല, അതുകൊണ്ട് 2 1 ഇതിൻ്റെ അകത്തില്ല. therefore r is not സിമെട്രിക്. കണ്ടല്ലോ, സിമെട്രിക് അല്ല എന്ന് തെളിയിച്ചു. ഇനി ട്രാൻസിറ്റീവിന് വേണ്ടി ഇഷ്ടം പോലെ എക്സാമ്പിൾ ഉണ്ട്, പക്ഷേ ഞാൻ എക്സാമ്പിൾ പറയാം, അത് ഓർത്ത് വെച്ചോ കേട്ടോ മക്കളെ. 9 3 9നേക്കാളും വലുതോ ഈക്വലോ ആണ് 3 സ്ക്വയർ. കറക്റ്റ് അല്ലേ? കാരണം 9നേക്കാൾ വലുതോ ഈക്വലോ അല്ലേ 3ൻ്റെ സ്ക്വയർ 9. ഇവിടെ ഈക്വൽ ടു ഉള്ളതുകൊണ്ട് ഇത് ഓക്കെയാണ്. അതുകൊണ്ട് 9 3 എന്ന് പറയുന്ന ആളിൻ്റെ അകത്തുണ്ട്. 3യേക്കാളും വലുതോ ഈക്വലോ അല്ലേ 2 സ്ക്വയർ അല്ലേ? അതുകൊണ്ട് 3 2 ഇതിൻ്റെ അകത്തുണ്ട്. 3നേക്കാൾ വലുതല്ലേടാ 4, അതുകൊണ്ട് അത് ഓക്കെയാണ്. അതുകൊണ്ട് അവൻ ഇതിൻ്റെ അകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ 9 2 ഉണ്ടോ? 9നേക്കാൾ വലുതോ ഈക്വലോ ആണോടാ 2 സ്ക്വയർ? 9നേക്കാൾ വലുതോ ഈക്വലോ ആണോ 2 സ്ക്വയർ? 9നേക്കാൾ വലുതാണോ അല്ലെ ഈക്വൽ ആണോ 4? അല്ല. അതുകൊണ്ട് 9 2 ഇതിൻ്റെ അകത്തില്ല. therefore r is not transitive. ഓക്കെ മക്കളെ, ഇത്ര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒരു 30 മിനിറ്റ് കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മക്കളെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, നന്നായിട്ട് പഠിച്ചു വയ്ക്കുക, നല്ല മാർക്ക് വാങ്ങാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം മക്കളെ. ഓക്കെ, ബൈ.